അനാൻ ഷോയുടെ സംഗീത പരിപാടിക്കിടെ വലിയ തിക്കും തിരക്കും ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ ചില ആൾക്കാർ കുഴഞ്ഞു വീണു. അരുൺ പാറയ്ക്കൽ ഈ വേദിക്കടുത്തുണ്ട്. അരുൺ, പറയൂ വിശദാംശങ്ങൾ. അനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയാണ് തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. പറയൂ. ഗുഡ് ഈവനിങ്. ഈ പരിപാടി ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. ഹനാൻ ഷാ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഇതാണ് കാസർഗോഡ് ഫ്ലീ എന്നാണ് ഈ പരിപാടിയുടെ പേര്. 3 ദിവസമായി പരിപാടി നടക്കുകയായിരുന്നു. പക്ഷേ ഇന്നാണ് അവസാന ദിനമായ ഇന്നാണ് ഹനാൻ ഷായുടെ പരിപാടി നിശ്ചയിച്ചത്. കാസർഗോഡ് നഗരത്തിൽ തന്നെയാണ്. കാസർഗോഡ് ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ചെറിയൊരു മൈതാനമാണ്. അവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചതാണ് ഈ ഒരു ഇത്രത്തോളം പരിക്കിന് കാരണമായതെന്ന് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തിക്കും തിരക്കിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആംബുലൻസുകളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് പരുക്കുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആളുകളുടെ എണ്ണം കൂടിയതോടുകൂടി പരിപാടി ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. 8 മണിക്കാണ് നിലവിൽ 8 മണിക്കാണ് ഈ പരിപാടി നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ പരിപാടി ഇനിയും ആരംഭിക്കാൻ വല്ല വിവരവും നമുക്ക് ലഭിച്ചോ? അരുൺ, ഈ അനാൻ ഷാ അവിടെ എത്തിയിട്ടുണ്ടോ? കാര്യം ഈ സംഗീത പരിപാടി അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ കാസർഗോഡും സ്ഥിതി ആവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കക്ഷി അവിടെ എത്തിയതായി വിവരമുണ്ടോ? ഹനാൻ ഷാ കാസർഗോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പരിപാടി അവതരിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ തിക്കും തിരക്കുമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. വലിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്. അവരെ നിയന്ത്രിക്കാൻ പോലീസിനും കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു 10,000 ആളുകളെ മാത്രം ഉൾക്കൊള്ളാവുന്ന ഗ്രൗണ്ടാണ്. പക്ഷേ അവിടെ ഇപ്പോൾ തന്നെ ഒരു 40,000-ഓളം ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. അവരെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ആംബുലൻസുകൾ കൂടുതലായിട്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ആളുകളെ ഇപ്പോൾ നിലവിൽ കടത്തിവിടുന്നില്ല. വലിയ തിരക്ക് അകത്തും അനുഭവപ്പെടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളിലേക്ക് കിടക്കുന്നുണ്ട്. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തുന്നു. ഒപ്പം ഈ പരുക്കേറ്റ് നിലവിൽ 5 പേർക്കാണ് പരുക്കേറ്റതെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരുക്കേറ്റ ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസ് സൗകര്യം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. കാസർഗോഡ് എസ് പി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക്, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സന്നാഹവും എത്തുന്നു. ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് അനാൻ ഷായുടെ സംഗീത പരിപാടിക്ക് ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. 10,000 ആളുകൾക്ക് പ്രവേശനമുള്ള ഒരു സ്ഥലത്ത് 40,000-ഓളം ആളുകൾ എത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.